പേഴ്സണലൈസ് സ്റ്റോറേജ് പെർ കൺസ്യൂമർ പ്രിഫറൻസ് അല്ലേ. കൺസ്യൂമറെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളത്, നമുക്ക് ആരെയും ശല്യമില്ലാതെ നമുക്ക് എന്താണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കൺവീനിയൻ്റ് ആയിട്ട് ഇരുന്നെടുത്തുനിന്ന് നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. അതിനുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ടാകും. ദെൻ റെഡ്യൂസ് റിക്കറിങ് കോസ്റ്റ് വൈൽ ഹയറിങ് വെർച്വൽ സപ്പോർട്ട് റിസോഴ്സസ് അല്ലേ. കോസ്റ്റ് കുറവല്ലേ. നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങാൻ പുറത്ത് സ്റ്റോറിൽ പോവുകയാണെങ്കിൽ നമുക്ക് അതിനുള്ള കോസ്റ്റ് ഒരുപാടല്ലേ. ഒരു വണ്ടി എടുത്തിട്ട് പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ എനർജി എല്ലാം ഒരുപാട് കോസ്റ്റ് വരുന്നതാണ്. അപ്പം അതെന്ത് ചെയ്യും, അത് കുറവായിരിക്കും. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നമുക്ക് റെഡി ടു ആക്സസ് ആയിരിക്കും. എന്താണ് കസ്റ്റമേഴ്സ് റീടാർഗറ്റിംഗ് ഈസ് ഈസിയർ അല്ലേ. കസ്റ്റമേഴ്സിന് ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കതിനെ അവരെ വീണ്ടും ടാർഗറ്റ് ചെയ്യാൻ ഈസിയാണ്. നമ്മളിപ്പോൾ ഒരു സൈറ്റിൽ കയറി എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പോർട്ടലിൽ കയറിയിട്ട് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലോ കയറി കഴിഞ്ഞാൽ നമ്മൾ വൺസ് അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവരെ കസ്റ്റമറാണ്. അപ്പം നമുക്ക് എന്ത് അപ്ഡേഷൻ ഉണ്ടെങ്കിലും അവർ തന്നുകൊണ്ടിരിക്കും. നമ്മളെ വീണ്ടും അതിലേക്ക് പ്രോഡക്റ്റ് ചൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അവർ ബില്ലിംഗ് ആക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ എന്താണ് കസ്റ്റമറെ ഈസി ആയിട്ട് ടാർഗറ്റ് ചെയ്യാൻ പറ്റും. ദെൻ എൻകറേജ് ഇമ്പൾസ് അല്ലേ. എന്താ പറയുക, ഒരു ബൾക്ക് പർച്ചേസിങ്ങിനെ നമ്മളെ എൻകറേജ് ചെയ്യും. നമുക്ക് ഒരുപാട് പേര് അങ്ങനെ ആവുന്നില്ലേ. നമ്മൾ ഒരു സാധനം വാങ്ങി നമുക്ക് വീണ്ടും ടെൻഡൻസി ഉണ്ടാവും വാങ്ങിക്കൊണ്ടിരിക്കാൻ. ഇപ്പോൾ ഡ്രസ്സിലൊക്കെ നോക്കുക, ഗേൾസിന് എസ്പെഷ്യലി ഗേൾസിൻ്റെ ഡ്രസ്സ് കാണുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് കാണുമ്പോൾ നമുക്കിങ്ങനെ നേരെ മറിച്ച് നമ്മളൊരു സ്റ്റോറിൽ പോകുമ്പോൾ ചിലപ്പോൾ വൺസിനെ മന്തൊക്കെ നമ്മൾ പോയിട്ട് കുറച്ചൊരു പഴയ കാലത്തിൽ നമ്മൾ വാങ്ങുള്ളൂ. പക്ഷെ ഇപ്പം അങ്ങനെയില്ല. നമുക്കിത് കാണുമ്പോൾ നമുക്ക് ഓരോ വീക്ക്ലി നമ്മൾ ഓരോ ഡ്രസ്സ് ഓരോന്ന് എത്ര പൈസയിലെ വരുന്നുള്ളൂ വെച്ചാൽ നമ്മൾ വാങ്ങി പോകാറുണ്ട്. അപ്പോൾ ഒരു പർച്ചേസിങ്ങിന് ചാൻസ് കൂടുതലാണ്. ദെൻ പിന്നെന്താണ് ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻ അവൈലബിൾ ഫോർ ദ കൺസ്യൂമർ ആണ്. ദെൻ ക്വാളിറ്റി സർവീസ് ആൻഡ് റീസണബിൾ ലോ ഓപ്പറേഷൻ ഓഫ് കോസ്റ്റ് ആയിരിക്കും. ക്വിക്ക് ആൻഡ് അഫോർഡബിൾ മാർക്കറ്റിംഗ് ആണ് അല്ലേ. അപ്പോൾ അത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് എന്തിന് ഇ കൊമേഴ്സിന്. അറ്റ് ദ സെയിം ടൈം അതിന് കുറേ ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഇ കൊമേഴ്സ് നോക്കാം അല്ലേ. ഡിസഡ്വാൻറ്റേജസും ഉണ്ടാവും. എന്തൊക്കെയായിരിക്കും? ലാക്ക് ഓഫ് പേഴ്സണൽ ടച്ച് അല്ലേ. നമുക്ക് നമ്മളൊരു പേഴ്സൺസായിട്ട് ഇൻട്രാക്ഷൻ നമുക്ക് കുറവായിരിക്കും. നമ്മൾ വീട്ടിൽ നമ്മളെ ഫോണ് മാത്രം നമ്മളെ ലോകമായിട്ട് നമ്മൾ ഇരുന്ന് പോകും. നമുക്ക് പേഴ്സണൽ ഇൻട്രാക്ഷൻസോ പുറത്തുള്ളൊരു കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു ഇതോ വളരെ കുറവായിരിക്കും. ദെൻ അൺഷുവർ അബൌട്ട് ദ ക്വാളിറ്റി അല്ലേ. നമുക്കൊരു സാധനം വാങ്ങുമ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ ഉണ്ടായിരിക്കാം. പക്ഷെ എന്നാലും നമ്മൾ സ്റ്റോറിൽ പോയിട്ട് ഒരു സാധനം വാങ്ങുന്നതിൻ്റെ അത്ര ക്വാളിറ്റി നമുക്ക് ഈ ഫോണിൽ കാണുന്നതേ ഉണ്ടോ എന്നുള്ളത് നമുക്ക് മേക്ക് ഷുവർ അല്ലേ. അതേപോലെ ലേറ്റ് ഡെലിവറി. സംടൈംസ് ചില സാധനങ്ങൾ നമുക്ക് ചിലപ്പോൾ നാളെ വേണ്ട സാധനമാണെങ്കിൽ ഇന്ന് ക്ലിക്ക് ചെയ്താൽ നാളെ തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല, നമുക്ക് ടൈം എടുക്കും. അപ്പം ചെറിയ ലേറ്റ് ഓഫ് ഡെലിവറി ടൈമിൽ ചെറിയ ഡേറ്റിന് ഡിഫിക്കൽട്ട് ഉണ്ടാവും. ദെൻ ഡിഫിക്കൽട്ടി ഇൻ പർച്ചേസിങ് സം പ്രോഡക്ട്സ്. ചില പ്രോഡക്ട്സിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. ലൈക്ക് എന്താണ് ഫേർണിച്ചർ, അങ്ങനത്തെ വലിയ കുറച്ച് സാധനങ്ങൾ, ഫേർണിച്ചർ അതേപോലെ കാര്യങ്ങളൊക്കെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ കുറച്ചുകൂടി എന്തായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. അതൊക്കെ നമ്മൾ പൊതുവേ എല്ലാവരും ഇപ്പോഴും അധികം സ്റ്റോറിലൊക്കെ പോയിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ്. ദെൻ സൈറ്റ് ക്രാക്ക് ഇഷ്യൂ അല്ലേ. ഇൻ്റർനെറ്റിൻ്റെ ഇതിലാണ് പോകുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും സൈറ്റിൽ ഇഷ്യൂസ് വരുമ്പോൾ നമുക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. ദെൻ സൈബർ ക്രൈം, ഡാറ്റ പ്രൈവസി ഇഷ്യൂസൊക്കെ വരാം. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് നമ്മൾ പറയുന്നത്. ദെൻ നമ്മൾ നോക്കാൻ പോകുന്നത് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ്. ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസിൽ എങ്ങനെയാണ് ഇ കൊമേഴ്സിൻ്റെ യൂസേജ് എന്നാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. എന്തുകൊണ്ടാണ് ഒരു ബിസിനസ്സിന് ഒരു ഇ കൊമേഴ്സിൻ്റെ ആവശ്യം? എന്താണ് വൈ ഈസ് എ ബിസിനസ് മോഡലിൽ ഇ കൊമേഴ്സിൻ്റെ ആവശ്യം എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽസ് എന്തിനാണ് ഒരു ബിസിനസ് മോഡൽ ഇ കൊമേഴ്സിൻ്റെ ആവശ്യം? അതായത് എ ബിസിനസ് മോഡൽ ഈസ് ലൈക്ക് എ ബിസിനസ് പ്ലാൻ കൺസീവ്ഡ് ബൈ എ കമ്പനി സോ ദാറ്റ് ദ കമ്പനി ഹാസ് ആൻ എഡ്ജ് ഓവർ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ് ക്യാൻ മേക്ക് പ്രോഫിറ്റ് ബൈ ഇറ്റ്സ് ഓവർ അബൌട്ട് ദ ബിസിനസ് പ്ലാൻ. അതായത് ഒരു ബിസിനസ്സിൽ എന്തിനാണ് നമുക്ക് ഒരു ഇ കൊമേഴ്സ് കുറച്ചുകൂടി ഈസിയർ ആയിരിക്കും അല്ലേ ബിസിനസ്സുകാർക്ക്. കാരണം നമുക്ക് നോർമലി നമ്മളൊരു കൺസ്യൂമേഴ്സിൻ്റെ ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസസ് അറിയാനും അവർക്ക് എന്താണ് ആവശ്യം എന്ന് അറിയാനും പിന്നെ ഒരു കൺസ്യൂമറെ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടു നടക്കാനും ഈ വെർച്വൽ അല്ലാതാവുന്ന സമയത്ത് നമുക്ക് എന്താണ്
കുറച്ചും കൂടി ഡിഫിക്കൽട്ടാണ്. പക്ഷേ ഇ കൊമേഴ്സ് വന്നതോടുകൂടി ബിസിനസ്സിന് കുറച്ചും കൂടി ഈസി ആവുകയാണ് ചെയ്യുന്നത്. നമുക്കിപ്പോൾ പറഞ്ഞ പോലെ ഒരു കൺസ്യൂമർ ഒരു പ്രാവശ്യമെങ്കിലും ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവരെക്കുറിച്ചുള്ള ഒരു ആക്സസ് കിട്ടാൻ വളരെ എളുപ്പമാണ്. അവരെ കൊണ്ട് വീണ്ടും വീണ്ടും അത് പർച്ചേസ് ചെയ്യിപ്പിക്കാൻ നമുക്ക് ഈസിയാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മളെ പ്രോഡക്റ്റ് നമുക്കത് മാർക്കറ്റ് ചെയ്യാൻ കുറച്ചും കൂടി ഓൺലൈൻ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ ബൾക്ക് ഓഫ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കാൻ നമുക്ക് കുറച്ചുകൂടി ഈസിയർ ആണ്. അപ്പോൾ ഒരു ഇ കൊമേഴ്സ് എന്തായാലും ഒരു ബിസിനസ് മോഡലിന് എന്താണ് ഏറ്റവും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. ദെൻ എന്താണ് കീ എലമെൻറ്റ്സ് ബിസിനസ് മോഡൽസിൽ ഇ കൊമേഴ്സിൻ്റെ കുറച്ച് കീ എലമെൻറ്റ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഐഡൻറ്റിഫൈ യുവർ സ്പെസിഫിക് ഓഡിയൻസ് അല്ലേ. നമുക്കൊരു അതേപോലെ തന്നെ കുറേ കൺസ്യൂമേഴ്സ് വാങ്ങുന്നുണ്ടെങ്കിലും ചില ആൾക്കാർ ചില സൈറ്റിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യും. നമുക്ക് അതിൽ വാങ്ങിയാലേ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. നമ്മൾ അതിൽ വാങ്ങുമ്പം കുറേ കാലമായിട്ട് വാങ്ങുമ്പോൾ നമുക്ക് അതിൽ കുറച്ചുകൂടി ട്രസ്റ്റ് കൂടുതലായിരിക്കും, പർച്ചേസ് ചെയ്യാൻ കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മളൊരു സ്പെസിഫിക് നമ്മളെ ഒരു പ്രോഡക്റ്റിൻ്റെ സ്പെസിഫിക് ഓഡിയൻസ് ഏതാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ബിസിനസ്സുകാർക്ക് സംബന്ധിച്ച് ഇ കൊമേഴ്സ് ഉപയോഗിക്കുന്നത് സംബന്ധിച്ച് കുറച്ചുകൂടി ഈസി ആയിരിക്കും. ദ സെക്കൻഡ് വൺ എസ്റ്റാബ്ലിഷ് ബിസിനസ് പ്രോസസ്സ്. അപ്പം ഞാൻ പറഞ്ഞ പോലെ ബിസിനസ്സിൻ്റെ പ്രോസസ്സ് കുറച്ചും കൂടി വൈഡറാക്കാൻ പറ്റും. നോർമലി ഒരു ഷോപ്പിൽ മാർക്കറ്റ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് ഓൺലൈൻ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ മാർക്കറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വൈഡർ റേഞ്ച് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ടാവും നമ്മളെ കയ്യിൽ. അപ്പോൾ അതേപോലെ ആർക്കൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കുറച്ചും കൂടി അറിയാൻ പറ്റും. അപ്പം എന്താ പറ്റുന്നത്, ബിസിനസ് പ്രോസസ്സ് കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് ഈസിയാണ്. ദെൻ റെക്കോർഡ് കീ ബിസിനസ് റിസോഴ്സസ് അല്ലേ. ബിസിനസ് റിസോഴ്സസിനെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഒരു ഡെയിലി പ്രോസസ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിസിനസ് റിസോഴ്സസിലെ റെക്കോർഡ് ചെയ്ത് വെപ്പിക്കുക. അതായത് എന്താണെന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഗോൾ സെറ്റ് ചെയ്യാൻ പറ്റും. അവർക്ക് ഡെയിലി എത്ര മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്, എല്ലാവരും റെക്കോർഡ് ഓഫ് ബിസിനസ്സിൻ്റെ റിസോഴ്സസിനെ കുറിച്ചൊരു റെക്കോർഡ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും. കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് എടുത്തെടുക്കാൻ പറ്റും. ദെൻ ഡെവലപ്പ് സ്ട്രോങ് പ്രിഫറബിളി എ യുണീക്ക് വാല്യൂ പ്രിപ്പോസിഷൻ. അതായത് ഒരു സ്ട്രോങ് വാല്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ട്. അതായത് നമുക്കെന്താണ് ബിസിനസ്സിൽ ഇത് ഉപയോഗിക്കുന്നതോടുകൂടി നമുക്ക് എന്ത് പറ്റും, അതായത് ഇ കൊമേഴ്സ് ഒരു ബിസിനസ് പ്ലാറ്റ്ഫോമിൽ ഉപയോഗിക്കുന്നതോട് വഴി നമുക്ക് നമ്മളെ മാർക്കറ്റ് വാല്യൂവിനെ കുറിച്ച് നമുക്ക് ഐഡിയ കിട്ടും അല്ലേ. ഓരോ കസ്റ്റമേഴ്സിന് എന്താണ് അവരെ ആവശ്യം, എന്ത് പ്രൊഡക്റ്റാണ് അവർ പർച്ചേസ് ചെയ്യുന്നതിനെ കുറിച്ചും നമുക്കത് എങ്ങനെ നമ്മളെ പ്രോഡക്റ്റിലേക്ക് അവരെ എത്തിക്കാം, അല്ലെങ്കിൽ എത്രത്തോളം നമ്മളെ പ്രോഡക്റ്റിന് കൺസ്യൂമേഴ്സ് ഉണ്ട് എന്നതിനെക്കുറിച്ചും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു, ഒരു അവയർനെസ് കിട്ടുന്നുണ്ട്. അപ്പം അത് കുറച്ചുകൂടി എന്താണ് ഈസിയാണ്. അപ്പം എന്താ പറയുന്നത്, നമുക്കൊരു സ്ട്രോങ് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നുണ്ട് കൺസ്യൂമേഴ്സായിട്ട്. ദെൻ ബിസിനസ് പാർട്ട്നേഴ്സിനെ ഡിറ്റർമിൻ ചെയ്യാനായിട്ടും പറ്റുന്നു. അപ്പം ഇത്രയും എലമെൻറ്റ്സ് ആണ് ഒരു ബിസിനസ് മോഡൽസിനെ സംബന്ധിച്ച് ഇ കൊമേഴ്സ് ഉള്ളതെന്ന് പറയുന്നത്. ദെൻ എന്താണ് ഇ കൊമേഴ്സ് ബിസിനസ് മോഡൽ ടു അണ്ടർസ്റ്റാൻഡ് ടാർഗറ്റ് കസ്റ്റമർ അല്ലേ. ഒരു ടാർഗറ്റ് കസ്റ്റമറിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബിസിനസ് മോഡലിൽ ഇ കൊമേഴ്സ് യൂസ് ചെയ്യുന്നതുകൊണ്ട് പറ്റുന്നുണ്ട്. ഏതൊക്കെ നമ്മളിപ്പോൾ പറഞ്ഞ B2B ബിസിനസ്സിലായാലും ശരി, B2Cയിലായാലും ശരി, C2Cയിലായാലും ശരി, B2Gയിലായാലും ശരി ഒക്കെ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് B2B ബിസിനസ് ടു ബിസിനസ്. അപ്പോൾ ഏതൊക്കെ വേറെ ബിസിനസ്സുകാർക്ക് നമ്മളെ പ്രോഡക്റ്റ് ആവശ്യമുണ്ടെന്നുള്ളതിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടും. B2C ആകുമ്പോൾ കൺസ്യൂമേഴ്സ് ഏത് ടൈപ്പ് ഓഫ് കൺസ്യൂമേഴ്സ് ഉണ്ട്, നമ്മൾ സ്പെഷ്യൽ യുണീക്ക് കൺസ്യൂമർ ഏതാണ് എന്നൊക്കെ കുറിച്ചുള്ള ധാരണ ഉണ്ടാവുന്നു. C2 കൺസ്യൂമർ ടു കൺസ്യൂമേഴ്സിന് അവർ തമ്മിലുള്ള ഒരു ഡീലിങ്സിൽ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൊണ്ട് ഉപകാരം ഉണ്ടാവുന്നു. അത്രയും കാര്യങ്ങളൊക്കെയാണ് എന്തിൽ പറയുന്നത്, ബിസിനസ് മോഡൽസ് ഇൻ ഇ കൊമേഴ്സ് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ബിസിനസ് മോഡൽസ്. ദെൻ ഇംപ്ലിമെൻറ്റിങ് ഇ കൊമേഴ്സ് മോഡൽസ്. എങ്ങനെയാണ് ഒരു ഇ കൊമേഴ്സ് മോഡൽസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം. മോഡൽസ് നമ്മളിപ്പോൾ പറഞ്ഞ ഇത്രയും ടൈപ്സ് ആണ്, അതെങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് റീറ്റെയിൽ മോഡൽ അല്ലേ. റീറ്റെയിൽ മോഡൽ എന്ന് പറഞ്ഞാൽ റീറ്റെയിലേഴ്സ് ഡയറക്റ്റ്ലി യൂസ് ഇൻ്റർനെറ്റ് ടു സെൽ പ്രോഡക്റ്റ് സർവീസസ് യൂസിങ് ഇൻ്റർനെറ്റ്. അതായത് റീറ്റെയിലേഴ്സ് നേരിട്ട് അവരുടെ പ്രോഡക്റ്റ് സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നു. ദെൻ ബ്രോക്കറേജ് മോഡൽ, അതായത് മീഡിയേറ്ററിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് ഒരു ബിസിനസ്സിനെ സെയിൽ ചെയ്യുമ്പോൾ. ദെൻ മോൾ എന്ന് പറഞ്ഞാൽ വലിയ വലിയ ഷോപ്സിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബിസിനസ്സിനെ മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ദെൻ മാനുഫാക്ചറിങ് മോഡൽ, ദെൻ ഡ്രോപ്പ് ഷിപ്പിംഗ് മോഡൽ. അപ്പോൾ അത്രയും മോഡൽസ്
ദെൻ ഹോൾസെയിലിംഗ് മോഡൽസ്, വെയർഹൗസിംഗ് മോഡൽസ്, പ്രൈവറ്റ് ലേബലിംഗ് ആൻഡ് വൈറ്റ് ലേബലിംഗ്. ഓക്കെ, അപ്പോൾ അത്രയും മോഡൽസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഈ ബിസിനസ് ഇ കോമേഴ്സ് ടൈപ്സിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് ഈസി ആവുന്നു.